വെൽക്കംസ് ടു നിജൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ചെയ്താലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്ക് ബാച്ചിലേഴ്സിന് പോലും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി നമുക്കിവിടെ തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ചിക്കൻ വേണമല്ലോ, ചിക്കൻ ഇല്ലാത്ത എന്ത് ചിക്കൻ കറി? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാമെന്ന്. ഇത് ഒരു കിലോയുടെ അടുത്ത് ഏകദേശം വരുന്ന ചിക്കനാണ്. അത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിന് ആവശ്യമായ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് 2 ടേബിൾ സ്പൂൺ തന്നെ വേണം ചിക്കൻ മസാല, പിന്നെ ചതമുളക് ഫ്ലേക്സ് അതൊരു ചെറിയ സ്പൂൺ മതി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 സ്പൂൺ വേണം. ഇത്രയും വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തതാണ്. ഒന്നുകൂടെ പറയാം, ഒരല്പം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ലതായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇച്ചിരി കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ചതമുളക് ഫ്ലേക്സ്, ഇത്രയും മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് 2 ടൊമാറ്റോ, വലിയ ടൊമാറ്റോ വേണം ഈ ക്യൂബായിട്ട് അരിഞ്ഞത്. 2 വലിയ പൊട്ടറ്റോ വേണം ക്യൂബായിട്ട് അരിഞ്ഞത്. അല്പം കരിവേപ്പില വേണം. പിന്നെ 1 കിലോ സബോള, 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 4 മീഡിയം സൈസ്ഡ് വലിയ സബോള കനം കുറച്ച് നീളത്തി അരിയണം. പിന്നെ അല്പം മല്ലിയില, അല്പം ഇഞ്ചി, അല്പം വെളുത്തുള്ളി. ഇത് ബാച്ചിലേഴ്സിന് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാം, നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു. നമ്മൾ എണ്ണ ഒഴിച്ചു, പാത്രം ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ചെറിയ പച്ചമുളക് ഇട്ടു. പിന്നെ നമുക്ക് അല്പം ഇഞ്ചി ഇടാം. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിന് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ഇട്ട് വഴറ്റണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വന്നതിന് ശേഷം അത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള അതിലോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് സബോള വഴറ്റി എടുക്കണം. പിന്നെ എല്ലാവരോടും ഈ പറയാനുള്ള ടിപ്പെന്ന് വെച്ചാൽ, സബോള എളുപ്പത്തിൽ വഴന്ന് വാടണമെങ്കിൽ നമുക്ക് അതിലോട്ട് അതിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് മതി. സബോള വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വഴറ്റിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് സബോളയുടെ എല്ലാം കളറാവുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. സബോള ഏകദേശം വഴന്ന ഈ കളറാകുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലോട്ടിടാം. ടൊമാറ്റോ ഇട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്കൊരു അല്പം ഒരു നുള്ള ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തതിനകത്ത് ചേർത്തതാണ്, എന്നാലും ഒരല്പം ചിക്കൻ മസാല ഒന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വേണേൽ അല്പം മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, വേണമെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. മസാലകളെല്ലാം കൂട്ടി നമ്മൾ യോജിപ്പിച്ചിരിക്കുകയാണ്. പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അടിസൈഡ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലോട്ട് അല്പം കരിവേപ്പില, അല്പം മല്ലിയില. ഇനി നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിക്കാം.
ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചാറൊക്കെ വരാൻ തുടങ്ങി. ഇതുണ്ട്, ഉണ്ടോ? ചാറൊക്കെ വരാൻ തുടങ്ങി, കളറൊക്കെ വരാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ പേരുടെ മൂടിയൊന്ന് മാറ്റി. വാവ്, ആവി ഇത് വെട്ടിപ്പറക്കണു. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഓക്കെ, വെന്തു. ചിക്കനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വെന്തു ഗൈസ്. അച്ചാറൊക്കെ വന്നു. നമുക്ക് മല്ലിയിലാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സ്വാദിഷ്ടമായ അടിപൊളി ചിക്കൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.